വണ്ടി ചാർജിങ്ങിലാട്ടോ. ചാർജിങ്ങിൽ ചെയ്യുമ്പോൾ ഇതാ ഈ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ, ഈ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ 52 എന്നാണ് ചാർജ് ചെയ്തത്. 52 അപ്പോൾ 79% അപ്പോൾ ഇനി ഫുൾ ചാർജ് ആവാൻ ഇനി 52 മിനിറ്റ് കൊണ്ട് ഉണ്ട് കേട്ടോ ഫുൾ ചാർജ് ആവാൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചേതക്കിൻ്റെ ചെറിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ചേതക്കിന് പിന്നെയും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണാവുന്നില്ലല്ലോ. ഇടയ്ക്ക് ഇതാ ഓണാക്കുമ്പോൾ ആ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓടി കഴിഞ്ഞാൽ ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എന്താ അറിയില്ല, ആ ലൈറ്റ് കാണിക്കുന്നില്ല കേട്ടോ. ഈ കാണുന്ന ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോട്ടോ വണ്ടി. ഇപ്പോൾ ഉണ്ട് കോഴിക്കോട് നടക്കാവും ഉണ്ട്, അതേപോലെ തന്നെ പാവങ്ങാടും ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് പാവങ്ങാടേക്കാണ് വണ്ടി കൊണ്ടുപോകണത്. പോകുന്ന വഴിക്ക് എന്തായാലും ആ വാർണിംഗ് ലൈറ്റ് കത്തും കേട്ടോ. 2062 കിലോമീറ്റർ ആട്ടോ ഓടിയത്. ഏകദേശം 2 മാസത്തിനുള്ളിൽ 2062 കിലോമീറ്റർ ആട്ടോ ഓടിയത്. ഇപ്പോൾ ഓട്ടം കുറവാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ പോർട്ടർ അതിലേതെങ്കിലും ഓർഡറിലുണ്ട്. എന്തായാലും നമുക്ക് സർവീസ് സെൻറ്ററിലേക്ക് പോകാം. ലൈറ്റ് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് പ്രശ്നം കേട്ടോ. നമ്മൾക്ക് ധൈര്യത്തോടെ വണ്ടി എടുത്തിട്ട് രാത്രിയാണ് ഞാൻ അധികവും ഡ്യൂട്ടിക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ ഈ രാത്രിയൊക്കെ ഇറങ്ങാൻ പേടിയാണ്. വണ്ടി അഥവാ വഴിയിലൊക്കെ നിന്നുപോയാലേ ഏതെങ്കിലും ലോങ് റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ വഴിയിൽ നിന്നുകൊണ്ടാ വെച്ചിട്ടാണ് സർവീസ് സെൻ്ററിൽ കയറ്റുന്നത്. അപ്പോൾ അടുത്ത സർവീസും ആയിട്ടുമില്ല. അപ്പോൾ 4000-ലൊക്കെ ആണ് അടുത്ത സർവീസ് വരുന്നത്. പിന്നെ ആ വാർണിംഗ് ലൈറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് മെയിൻ ലൈറ്റും അതേപോലെ തന്നെ ഹോണ്, പിന്നെ നമ്മളെ സ്പീഡ് ലിമിറ്റ് ഏകദേശം 25-35 മേലോട്ടൊന്നും വണ്ടി കയറില്ല കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയാൽ നമുക്കിതാ ഈ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റാണ് ഇങ്ങനെ കത്തിയും കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഓഫാക്കി ഓണാക്കിയാൽ ആ ലൈറ്റ് പോകായിരുന്നു കേട്ടോ. ഇപ്പോൾ ഹോണ് കാര്യങ്ങളൊക്കെ കുറയ്ക്കേണ്ട, ഹോണ് സ്പീഡൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതെന്ത് പ്രശ്നം അറിയില്ല, എന്തായാലും കാണിച്ചു നോക്കാം. ഈ ലൈറ്റ് കത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹോൺ വർക്ക് ചെയ്യില്ല, ലൈറ്റ് വർക്ക് ചെയ്യില്ല, പിന്നെ ഒരു 35 മേലോട്ട് സ്പീഡും കയറില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നടക്കാവുള്ള സർവീസ് സെൻ്ററിലേക്കാണ് പോകുന്നത്. ചേതക്കിൻ്റെ സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ടേ. കേട്ടോ നടക്കാവുള്ള ചേതക്കിൻ്റെ അടുത്താട്ടോ. നടക്കാവുള്ള സർവീസ് സെൻ്ററിൽ പോയിട്ട് അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും പാവങ്ങാടൊന്ന് പോയി നോക്കാം. അല്ലെ ഹോൺ വർക്ക് ചെയ്യില്ല, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ സ്പീഡ് ഈ ലിമിറ്റ് സ്പീഡിലാണ് ഇപ്പോൾ കയറുന്നത്. ചില സമയത്ത് തോന്നുന്നു ഈ വണ്ടി എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ച് നേരം മുമ്പ് വണ്ടി അത്യാവശ്യം സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായി, 50-60 സ്പീഡിലൊക്കെ കയറുന്നില്ല. ഇപ്പോൾ 30 മേലോട്ട് സ്പീഡ് കയറുന്നേ കേട്ടോ. അപ്പോൾ വണ്ടി ഓഫാക്കി ഓണാക്കിയാൽ സ്പീഡ് കയറും കേട്ടോ. പിന്നെ ആടെ എത്തിയിട്ട് ഇങ്ങനെ കാണിക്കാൻ കഴിയില്ല, സ്പീഡ് പോകണമെന്നൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കാതെ പോണത്. വല്ലാത്തൊരു ഗതികേടുമാണ്. ഈ സർവീസ് സെൻ്റർ പറഞ്ഞാൽ ടൗണിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 25 കിലോമീറ്ററിൻ്റെ അടുത്ത് പോവുകയും വേണം. പിന്നെ ചില ടൈമിലാണെങ്കിൽ ചിലവർക്ക് പെട്ടെന്ന് കിട്ടുകയില്ല, വണ്ടി പെട്ടെന്ന് കിട്ടുകയില്ല. പോയോ കേട്ടെ വണ്ടി ഇന്ന് കിട്ടുമല്ലേ. പെട്രോൾ വണ്ടീനെ അപേക്ഷിച്ച് പിന്നെ അത്യാവശ്യം നല്ല ലാഭമുള്ള വണ്ടിയാട്ടോ. എന്താ പറയുക, അത്യാവശ്യം എനിക്ക് മുതൽ ഈ നല്ല പൈസ ലാഭമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇങ്ങനത്തെ ഓരോ പ്രശ്നം വരുമ്പോൾ ആണ് ബുദ്ധിമുട്ട്. പാവങ്ങാട് എത്തിട്ടോ. ഏകദേശം ഒരു 10 നടക്കാവുന്ന നേരെ 5 മിനിറ്റ് കൊണ്ട് എത്താണ്ട് നമ്മൾ 10-15 മിനിറ്റ് എടുത്ത് എത്താൻ. പിന്നെ പാവങ്ങാടുള്ള സർവീസ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ആ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സർവീസിന് അത്യാവശ്യം വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആ വണ്ടി ടെസ്റ്റ് അടിക്കാൻ പോയാട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പൈസ ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ റെയിലേ പോയതാട്ടോ. നല്ല എന്താ പറയുക ഹീറ്റ് ആവുണ്ടെന്നാണ് പറയുന്നവർ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞാൽ ഒരു 9 മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം 11:30 മണിയായിട്ടോ. അപ്പോൾ എനിക്ക് വേഗം വണ്ടി കഴിച്ചിലായി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റിലേൻ്റെ അതുപോലെന്തോ സ്കാനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഫസ്റ്റ് കാണിച്ചു പറഞ്ഞാൽ നടക്കാൻ പോയി കേട്ടോ. അവിടെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പാവങ്ങാട് തിരക്കുള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക നടക്കാൻ പോയി കാണിച്ചു. നടക്കാൻ കാണിച്ചപ്പോൾ അവർ പറയുന്നത് സർവീസാണോ ചോദിച്ചു. സർവീസ് അല്ല പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമാണ് പറഞ്ഞപ്പോൾ അവർ നേരെ പാവങ്ങാടേക്ക് വിട്ടോളാം പറഞ്ഞു. ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ ആ വാണിംഗ് ലൈറ്റ് കത്തലുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ വാണിംഗ് ലൈറ്റ് അങ്ങോട്ട് കത്തുന്നില്ല. വീട്ടിലെത്തി വണ്ടി ഒന്ന് സർവീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി വാഷൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഈ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അത് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും ഈ വാർണിംഗ് ലൈറ്റ് ഇങ്ങനെ കത്തി കൊണ്ടിരിക്കണ്ടേന് കേട്ടോ. അപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ പാവങ്ങാട് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വരുമ്പോൾ എന്താ പറയുക, നല്ല അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസിന് അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.